രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആധികാരികമായ സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. 2025 ഡിസംബർ 11 ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച രേഖയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധേയമായ വളർച്ചയുണ്ടായി എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2016 നമ്മുടെ ആളോഹരി വരുമാനം 1,66,246 രൂപയായിരുന്നു. 1,66,246 രൂപ. ഇത് 2024-25 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. 3,08,338 രൂപയായി വർദ്ധിച്ചു. ആളോഹരി വരുമാനത്തിൻ്റെ വർധനവാണിത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ GDP നല്ല പുരോഗതി നേടിയതായിട്ടാണ് കാണാൻ കഴിയുക. 5.61 ലക്ഷം കോടി രൂപയായിരുന്നു നേരത്തെ. 5,61,000 കോടി രൂപയായിരുന്നു മൊത്തം GDP. അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എത്തിയത് 12,48,000 കോടി രൂപയായിട്ടാണ്. അപ്പോൾ സാമ്പത്തിക അടിത്തറ ശക്തമായ രീതിയിൽ വികസിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇത് സാമ്പത്തിക അടിത്തറ ശക്തമായ രീതിയിൽ വികസിച്ചതിൻ്റെ തെളിവ് കൂടിയാണ്. ഇത് മാത്രമല്ല, വ്യവസായ മേഖലയിലെ മൂല്യവർദ്ധനവ് ഇരട്ടിയിലധികമായി. 2,67,000 കോടി രൂപയായിട്ട് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. മാനുഫാക്ചറിംഗ് മേഖലയിലെ ഉൽപാദനം ചരിത്രത്തിലാദ്യമായി 1 ലക്ഷം കോടി രൂപ കടന്നിരിക്കും. മൂലധന ചെലവ് നാം കാണേണ്ടത് 12,417 കോടി രൂപയിൽ നിന്ന് 35,359 കോടി രൂപയായി. എന്ന് പറഞ്ഞാൽ 3 ഇരട്ടിയായി വർദ്ധിച്ചു. സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം 38,995 കോടി രൂപയിൽ നിന്ന് 84,884 കോടി രൂപയായിട്ട് ഉയരുകയുണ്ടായി. ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ പറയാം, റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച കണക്കാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നാം വലിയ പ്രാധാന്യം നൽകിയതിൻ്റെ വസ്തുതകളാണ് ഇത്തരം കണക്കുകളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മുടെ ബാങ്ക് നിക്ഷേപങ്ങൾ 39,61,000 കോടി രൂപയിൽ നിന്ന് 89,48,000 കോടിയായി ഉയർന്നിരിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ സാമ്പത്തിക ശക്തി വർദ്ധിക്കുന്നു. അതോടൊപ്പം ജനങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിക്ഷേപം ഈ രീതിയിൽ വർദ്ധിച്ചത്. ഈ നേട്ടങ്ങൾ
ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭദ്രമായിട്ടുള്ള കാര്യമാണ്. ഈ നേട്ടങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഭാവിയെ നിർണയിക്കുന്ന പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കലാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അംഗീകരിച്ച പ്രകടന പത്രിക.